നമസ്കാരം. കരിങ്കുന്നം സോളാറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കുന്നത് വയർ ഗേജ് അല്ലെങ്കിൽ ഷീറ്റ് ഗേജ് എന്നൊക്കെ പറയുന്ന ഈ ഒരു സാധനം. ഇത് നിങ്ങൾ മിക്കവാറും പലരും കണ്ടിട്ടുണ്ടാവും ഇങ്ങനൊരു സാധനം. പക്ഷേ നിങ്ങളുടെ വീട്ടിലത് ഉണ്ടാവില്ല. ഇപ്പം നമ്മുടെ വീടുകളിലൊക്കെയാണ് നമുക്ക് ത്രാസ്, നമുക്ക് അതിൻ്റെ വെയിറ്റ്, ഏതെങ്കിലും ഒരു സാധനത്തിൻ്റെയൊക്കെ വെയിറ്റ് ഇളക്കാൻ വേണ്ടി നമ്മൾ ത്രാസ് നമ്മുടെ വീട്ടിലുണ്ടാവും. അതുപോലെ നമ്മുടെ ടേപ്പ്, എന്തെങ്കിലും ദൂരം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അളക്കാൻ വേണ്ടി ടേപ്പ് നിങ്ങളുടെ വീട്ടിലുണ്ടാകും. പക്ഷേ ഈ ഒരു സാധനം, ഈ ത്രാസും ടേപ്പും പോലെയൊക്കെ തന്നെ വളരെ പ്രധാനപ്പെട്ട നമ്മുടെ വീടുകളിലൊക്കെ നമുക്ക് ആവശ്യം വരുന്ന ഒരു പ്രധാന സാധനം തന്നെയാണ്. അപ്പോൾ ഇത് മെയിനായിട്ടും ആളുകൾ ഇത് വീട്ടിൽ വാങ്ങിക്കാത്തതിൻ്റെ കാരണം എനിക്ക് തോന്നുന്നു മിക്കവാറും ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം ആളുകൾക്ക് അറിയത്തില്ല. അതാണ് അതിനകത്തുള്ളൊരു പ്രധാന കാര്യം തോന്നുന്നു. അപ്പം നമ്മളൊരു പുതിയ വീടൊക്കെ പണിയുവാണെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ വല്ല ഡ്രസ്സ് വർക്ക് ചെയ്യുകയാണെങ്കിലോ നമുക്ക് എന്തെങ്കിലുമൊക്കെ കൊട്ടേഷനായിട്ട് കൊടുത്ത് ആരെ കൊണ്ടെങ്കിലും നമ്മൾ ഇതുപോലെയുള്ള പൈപ്പുകൾ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഷോപ്പിൽ നിന്ന് മേടിക്കുവാണെങ്കിൽ, പിന്നെ അതുപോലെ തന്നെ ഞാനിതിവിടെ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഇതുകൊണ്ട് ഇതേപോലെയുള്ള ഗേജുകൾ അളക്കാൻ വേണ്ടിയാണ്. വയറുകളുടെയൊക്കെ വണ്ണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അളക്കാൻ വേണ്ടിയൊക്കെയാണ് ഞാൻ ഇത് കുറേ കാലമായിട്ട് ഞാനിത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇതിന് ഞാൻ വാങ്ങിച്ച പേഴ്സ് 50 രൂപ ആ ഒരു റേറ്റൊക്കെ ഇതിനുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ കുറച്ചുകൂടെ വില കൂടുതൽ കൊടുത്താലേ ഇത് കിട്ടുള്ളായിരിക്കും. സ്റ്റീലിലുള്ളൊരു സാധനം. ഇത് എത്ര വർഷം കഴിഞ്ഞാലും ഈ സാധനം കംപ്ലൈൻ്റ് ആയി പോവില്ല. ഇത് ഗേജ് അളക്കുക എന്നാണ് പറയുന്നത്. SWG എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടില്ലേ. അപ്പോൾ അതാണ് ഈ സാധനം. അപ്പോൾ ഇതെങ്ങനെയാണ് അളക്കുന്നതെന്നും ഇതായാലും നമുക്ക് അബദ്ധം പറ്റാത്തതുകൊണ്ട് നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ എന്തെങ്കിലും ഒരു വർക്ക് കൊട്ടേഷൻ കൊടുക്കുകയാണെങ്കിൽ ഈ 1-ൻ്റെയും അതുപോലെ ഇപ്പോൾ ഇതുണ്ട് ഇതുപോലെയുള്ള സ്ക്വയർ പൈപ്പുകൾ, 1-ൻ്റെ ഒക്കെ സ്ക്വയർ പൈപ്പുകൾ ഒക്കെ ഇട്ടായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. അപ്പം അത് ചാടിപ്പോയി സാരില്ല, അങ്ങനെയുള്ള സംഭവമൊക്കെ ആയിരിക്കും ചിലപ്പോൾ ചെയ്യുന്നത്. അതായത് നമ്മളോട് പറയും 16 ഗേജിൻ്റെ ഇട്ട് ചെയ്ത് തരാമെന്ന്. അതനുസരിച്ച് നമ്മളിപ്പോൾ 1 ലക്ഷം രൂപ അല്ലെങ്കിൽ 2 ലക്ഷം രൂപ നമ്മൾ പറയും. എല്ലാം ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പം സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇവർ 18 ഗേജ് ഇട്ട് ചെയ്യും. നമുക്കിത് അറിയാൻ വേണ്ടി സാധാരണ ആയിട്ടുള്ള കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ സാധാരണ ആളുകൾക്ക് ഇത് അറിയാനായിട്ട് പറ്റത്തില്ല. അപ്പം നമ്മൾ ഈ റേറ്റ് കൊടുക്കുന്നത് 16 ഗേജിൻ്റെ കൊടുക്കുകയും ചെയ്യും. ശരിക്കും ഗേജ് താഴോട്ട് 16, 14, 12 എന്ന് പറഞ്ഞ് കുറഞ്ഞ് വരുമ്പോഴാണ് അതിൻ്റെ കട്ടി കൂടി വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ 16-ൻ്റെ റേറ്റ് നമ്മൾ കൊടുക്കുകയും ചെയ്യും. നമുക്ക് കിട്ടുന്നത് 18 അല്ലെങ്കിൽ അതിനെ കഴിഞ്ഞും കൂടിയതോ ഒക്കെ ആയിരിക്കും. തീരെ കട്ടി കുറഞ്ഞ സംഭവമൊക്കെ ആയിരിക്കും. അതേപക്ഷെ നമ്മളൊരു വെയിറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിത് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരാൾക്ക് അല്ലെങ്കിൽ നമ്മളൊരു കടയിൽ നമ്മൾ വെയിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് നമ്മളൊരാളോട് ഇത് പണിക്കൂലി പറഞ്ഞ് നമ്മൾ ചെയ്യിപ്പിക്കുവാണെങ്കിൽ നമുക്ക് ഈ ഒരു പ്രശ്നം വരത്തില്ല. പക്ഷേ ഒത്തിരി ആളുകളും ഇതിന്നെ ഗേജിലിട്ട് ചെയ്തേക്കാനും വേണ്ട അങ്ങനെ ഒരു കരാറിലാണ് പോകുന്നത്. അപ്പോൾ എനിക്ക് ചില അനുഭവങ്ങളും കാര്യങ്ങളും ഒക്കെ ഇതിനകത്ത് വന്നതുകൊണ്ടും കൂടിയാണ് ഞാനിത് വളരെ പ്രധാനമായിട്ട് ഈ സാധനം ഒന്ന് കാണിച്ചു തരുന്നത്. അപ്പം നിങ്ങൾ എന്തെങ്കിലും ഇതുപോലെയുള്ള വർക്കുകൾ ചെയ്യിക്കുവാണെങ്കിൽ ഫസ്റ്റ് തന്നെ അവരോട് പറയണം. നമ്മുടെ ഇങ്ങനെ ഗേജ് വെച്ച് നോക്കും. നിങ്ങൾ കൊണ്ടുവരുന്ന സാധനം 16 തന്നെ ആയിരിക്കണം കൊണ്ടുവന്നത്. കാരണം അല്ലെങ്കിൽ ഈ കട്ടള പോലെയൊക്കെയുള്ള, ഇപ്പം നമുക്ക് ഈ വീടുകൾക്കെല്ലാം കട്ടള, ജനൽ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഉണ്ടാക്കുന്ന ഇതുപോലത്തെ ഈ മെറ്റൽ കൊണ്ടാണ്. അപ്പം ഒത്തിരി ആൾക്കാർ ഇപ്പോൾ മെറ്റലിലോട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അതിനുള്ളിലാകുമ്പോൾ ഈ സിമെൻറ്റും എല്ലാം നിറച്ച് ഇതിനകത്ത് വെച്ച് കഴിയുമ്പോഴത്തേക്ക് പിന്നെ കട്ടിയൊന്നും അറിയത്തില്ല. അപ്പം നിർമ്മിക്കുന്ന ആൾക്കാർ ഇത് ആളുകൾ അറിയില്ലല്ലോ എന്ന് കരുതി കനം കുറഞ്ഞ സാധനം ഇട്ടും അതുപോലെ തന്നെ കട്ടി കുറഞ്ഞ കോട്ടിങ് ഉള്ളതിട്ടും ഒക്കെ ഇത് ചെയ്ത് കൊടുക്കും. പെട്ടെന്ന് തന്നെ അത് അകത്തുനിന്ന് തുരുമ്പും എല്ലാം കയറി പെട്ടെന്ന് കനം കുറഞ്ഞൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. പക്ഷേ ജനങ്ങൾക്ക് ഇത് അറിയാനായിട്ട് പറ്റുന്നില്ല. ഇത് ഏത് ഗേജിലുള്ളതായിട്ടാണ് ഇവർ പണിതിരിക്കുന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് നല്ല രീതിയിൽ നല്ല ക്വാളിറ്റിയുള്ള സാധനം ചെയ്യുന്ന ആളുകളുമുണ്ട്, തട്ടിപ്പ് നടത്തുന്ന ആൾക്കാരുമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതിന് മുമ്പായിട്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കണം. കാരണം ഇങ്ങനെ എന്തൊരു സാധനത്തിനെ പറ്റി നമ്മൾ നോക്കുകയാണെങ്കിലും നമ്മുടെ ഒരു ചാനലിൻ്റെ ഒരു രീതി അതിൻ്റെ അത്യാവശ്യം അതുമായിട്ട് ബന്ധപ്പെട്ടല്ല ഇങ്ങനത്തെ ഈ സാധനങ്ങൾ അളക്കുന്ന മെഷീനറികൾ ഏതൊക്കെ ടൈപ്പുകളുണ്ട് അതിനെപ്പറ്റി ഒരു ജസ്റ്റ് ഒരു പൊതുവായിട്ടുള്ള ഒരു അറിവ് നമുക്ക് നേടിയിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. അതുകൊണ്ട് അതിൻ്റെ ഒരു കുറച്ച് 1-2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. ഇതാണ് നമുക്ക് സ്റ്റാൻഡേർഡായിട്ട് സാധാരണ ഏറ്റവും കുറഞ്ഞത് സാധാരണ ആളുകൾക്ക് അളക്കാനായിട്ട് ഉള്ള ഒരു ഉപകരണം എന്നുള്ള രീതി വരുന്നത്. ഇതിൻ്റെ സ്കെയിൽ പോലെ നീളത്തിലുള്ള രൂപത്തിലുള്ള സാധനം വരുന്നുണ്ട്. അതിൽ അതോ ഏത് വാങ്ങിച്ചാലും നിങ്ങൾക്ക് 2-നകത്തൊന്നും പ്രശ്നമില്ലാതെ നിങ്ങൾക്കിത് അളന്ന് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. പിന്നെ ഒരു കാര്യമുള്ള വെച്ചാൽ ഇതിനകത്ത് കിട്ടുന്ന ആക്യുറസി എന്ന് പറയുന്നത് അത് അത്ര ഭയങ്കര 100% ആക്യുറസി ഒന്നും ആയിരിക്കും. ചെറിയ വ്യത്യാസം വരും. കാരണം നമ്മൾ ഇതിനകത്ത് വെറുതെ ഇങ്ങനെ വെച്ച് നോക്കുന്നല്ലേ ഉള്ളൂ. ആക്യുറസി നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇതിന് മുകളിൽ നമുക്ക് വെർണിയർ കാലിപ്പർ എന്ന് പറഞ്ഞ സാധനം മേടിക്കാനായിട്ട് കിട്ടും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇങ്ങനെ അളക്കുന്നൊരു സാധനം. ആ വെർണിയർ കാലിപ്പറിനകത്ത് തന്നെ നിങ്ങൾക്ക് ഡിജിറ്റൽ സൈസ് ഉണ്ടാവും, അതുപോലെ തന്നെ അനലോഗായിട്ട് നമുക്ക് നീക്കാവുന്ന ടൈപ്പ് ഉണ്ടാവും. നിങ്ങളിങ്ങനെ ഒരു സംഭവം നീക്കുന്നത് കണ്ടിട്ടില്ല, അതാണ് വെർണിയർ കാലിപ്പർ എന്ന് പറഞ്ഞ സാധനം. അത് കഴിഞ്ഞാൽ പിന്നെ അതിനെ കഴിഞ്ഞും ആക്യുറസി കൂടുതൽ വേണമെങ്കിൽ ഇപ്പോൾ വെർണിയർ കാലിപ്പറൊക്കെ ആണെങ്കിൽ 0.02 mm ഒക്കെ ആയിരിക്കും അതിൻ്റെ ഏകദേശം ആക്യുറസി വരുന്നത്. അതിലും കൂടുതൽ നിങ്ങൾക്ക് ആക്യുറസി വേണമെന്നുണ്ടെങ്കിൽ മൈക്രോമീറ്റർ എന്ന് പറഞ്ഞ സാധനം ഉണ്ടെങ്കിൽ ചെറിയ ത്രെഡ് ടൈപ്പ് ഇങ്ങനെ തിരിക്കുന്നത്, അതിൽ തന്നെ നിങ്ങൾക്ക് ഡിജിറ്റലും കിട്ടും മേടിക്കാനായിട്ട്, ഡിജിറ്റൽ മൈക്രോമീറ്ററുകൾ. അതാകുമ്പോൾ നമുക്ക് 0.01 വരെയും നമുക്ക് അതിനകത്ത് കൃത്യത കിട്ടും. അതും നമുക്ക് വരാം. അതിനെ കഴിഞ്ഞ് കുറച്ചും കൂടി ആക്യുറസി വേണമെന്നുണ്ടെങ്കിൽ പിന്നെ വരുന്നതാണ് ലേസർ ഉപയോഗിച്ചിട്ടുള്ള മൈക്രോമീറ്ററുകൾ. അത് വന്നിട്ട് 0.005 അല്ലെ 0.001 ഒക്കെ ആക്യുറസിയിൽ വർക്ക് ചെയ്യുന്ന മെത്തേഡിലുള്ള സംഭവമാണ് ലേസർ മൈക്രോമീറ്ററുകൾ. അതിലും കൂടുതൽ വീണ്ടും ആക്യുറസി വേണമെങ്കിൽ ലേസറിൻ്റെ തന്നെ വീണ്ടും അഡ്വാൻസ്ഡ് ആയിട്ട് ടെക്നോളജിയിൽ വരുന്ന സംഭവങ്ങളുണ്ട്. അത് 0.00001 അത്രയും ആക്യുറസി വരെ വരും. അതായത് നമ്മുടെ മൈക്രോ ചിപ്പ് നിർമ്മാണം, നാനോ ടെക്നോളജി ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലാണ്
അത് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിലേക്കൊന്നും നമ്മൾ പോകേണ്ട ആവശ്യമില്ല. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു സംഭവം നമ്മൾ ഇതിനെപ്പറ്റി മനസ്സിലാക്കുമ്പോൾ ജസ്റ്റ് എല്ലാ കാര്യങ്ങളും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഏകദേശം വരാൻ സാധ്യതയുള്ളതായിട്ടുള്ള മീറ്ററുകളും കാര്യങ്ങളും അതിനെപ്പറ്റി ഒരു മൊത്തത്തിലൊരു അവയർനെസ് ഉണ്ടാവണമല്ലോ എന്ന് കരുതി ഞങ്ങൾക്ക് പറഞ്ഞു മാത്രമല്ല. നമ്മുടെ ചാനലിൽ ഒരു രീതി അതാണ്. അപ്പോൾ ഞാനിത് പറയാനുള്ള കാരണം വെച്ചാൽ ഇതിന് മുമ്പിലത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ആ റഡാറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മുടെ റഷ്യയിലാണ് ഈ റഡാർ ഏറ്റവും വലുതെന്നും അങ്ങനെയൊക്കെ അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞപ്പം പലരും കമൻ്റ് ഇടുകയുണ്ടായി അതിനകത്ത് നിങ്ങൾ റഷ്യയുടെയും അമേരിക്കയുടെയും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോയി ആ റഡാറിൻ്റെ കാര്യം മാത്രം പറഞ്ഞ് ഒതുക്കാനും പറഞ്ഞുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു നമ്മൾ മറ്റ് ചാനലുമായിട്ട് നിങ്ങളെ തട്ടിച്ച് നോക്കണ്ടായി എന്നെ. കാരണം വെച്ചാൽ മറ്റ് ചാനലുകളെ എല്ലാം ഫോളോ ചെയ്ത് അല്ലെങ്കിൽ അവർ പറയുന്ന ആ രീതിയിലല്ല നമ്മൾ ചെയ്യുന്നത്. നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു സ്റ്റൈലുണ്ട്. അപ്പോൾ നമ്മൾ ഏതൊരു പ്രോഡക്റ്റ് എന്തൊരു സംഭവത്തിനെപ്പറ്റി നിങ്ങൾക്ക് മനസ്സിലാക്കി തരുവാണെങ്കിലും അതിനെപ്പറ്റി പൂർണ്ണമായിട്ടും കൃത്യമായിട്ടും നിങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു അവയർനെസ് തന്നുകൊണ്ടും കൃത്യമായിട്ടും അത് എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടതെന്നുള്ളത് കറക്റ്റായിട്ട് കാണിച്ച് തന്നത് നിങ്ങൾക്കത് ഉപയോഗപ്രദമാകണം. അല്ലാതെ എന്തെങ്കിലും നമ്മളിപ്പോൾ ഒരു ഷോർട്സ് ഇങ്ങനെ തോണ്ടി വിടുന്ന നമുക്ക് വിട്ട് അങ്ങനെ കാണുന്ന ഒരു സംവിധാനത്തിലല്ല. അപ്പോൾ അങ്ങനെയുള്ള ആളുകളൊന്നും നമ്മുടെ ചാനലിനകത്ത് നിന്നിട്ട് കാര്യമില്ല. അങ്ങനെയുള്ളവർ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ശരിക്കും SWG എന്ന് പറഞ്ഞ ആ ഒരു സംഭവമാണ് നമ്മളിതിനകത്ത് എടുക്കുന്ന ആ ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇപ്പം ഈ സാധനത്തിനകത്ത് നമുക്ക് 1 SWG മുതൽ 36 SWG വരെയുള്ള വയറുകളും കാര്യങ്ങളുടെയും കനമാണ് നമുക്കിതിനകത്ത് അളക്കാനായിട്ട് പറ്റുന്നത്. ഇതിനെ കഴിഞ്ഞും കൂടുതൽ ഇത് ഈ 36-ലും കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും മൈക്രോമീറ്ററിലേക്കോ അല്ലെങ്കിൽ മറ്റുള്ള സംഭവങ്ങളിലേക്ക് നമ്മൾ പോകേണ്ടതായിട്ട് വരും. അപ്പോൾ SWG എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ സ്റ്റാൻഡേർഡ് വയർ ഗേജ് എന്നാണ് പറയുന്നത്. അപ്പോൾ SWG AWG അമേരിക്കൻ വയർ ഗേജാണ്. പിന്നെ ബ്രിട്ടീഷിൻ്റെ ഉണ്ട്, B ഉണ്ട്. അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള അളവുകളും കാര്യങ്ങളുണ്ട്. പക്ഷേ നമുക്ക് അതൊന്നും നോക്കേണ്ടതില്ല. നമുക്ക് ഈ സ്റ്റാൻഡേർഡ് വയർ ഗേജ് SWG ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഇവിടെ. അപ്പോൾ അത് മാത്രം നമ്മൾ നോക്കിയാൽ മതി. അപ്പോൾ ഇത് എങ്ങനെയാണ് ഈ സാധനം നമ്മൾ കൃത്യമായിട്ടും ഇത് ഉപയോഗിച്ചുകൊണ്ട് ഇത് ചെക്ക് ചെയ്ത് നോക്കുന്നുള്ളൊരു കാര്യം ഞാൻ നിങ്ങളെ ഇനി കൃത്യമായിട്ട് ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്കതിൻ്റെ ചെക്ക് ചെയ്യുന്ന കാര്യം ഞാൻ നിങ്ങളെ കാണിച്ചു തരാവേ. ഇതാണ് നമ്മുടെ ഗേജ്. അപ്പോൾ ഇതിനകത്ത് ഇത് കണ്ട് ഏറ്റവും വലുത് ഇതാണ് 1 കണ്ട് ഇവിടെ എഴുതിയിട്ടുണ്ട് 1. അപ്പോൾ 1, 2, 3 എന്ന് പറഞ്ഞിങ്ങനെ ഇങ്ങനെ പോരുവാണ്. അപ്പോൾ നമുക്ക് 16-നെ കഴിഞ്ഞും കുറച്ചും കൂടെ വലുതായിരിക്കും 14. മനസ്സിലായില്ലേ? അപ്പം ആ അക്കം എത്രയാണോ അത് എന്തായാലും കുറഞ്ഞ് നിൽക്കുന്നു അതിനനുസരിച്ച് ഇതിൻ്റെ വലിപ്പം കൂടുതലായിരിക്കും. അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പം നമുക്ക് ഇത് കണ്ട് ഞാനിപ്പോൾ ഇവിടെ ടെസ്റ്റ് ചെയ്ത് നിങ്ങളെ കാണിക്കാനായിട്ട് 3 പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരെണ്ണം 16, ഇത് 16 എന്ന് ഒരല്പം കുറവുള്ളത്, ഇത് 18 അല്ല 18 എന്ന് ഒരല്പം കുറവ്, അതായത് മൈനസ് ചെയ്യാൻ വെച്ചേക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ഈ 16 നിങ്ങളൊന്ന് ഞാനിത് എങ്ങനെ അളക്കണം എന്നുള്ളത് ഞാനിത് കാണിച്ചിട്ട് ഇതിപ്പോൾ ഞാനിങ്ങനെ ഇവിടെ കുറച്ച് കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. കാരണം വെച്ചാൽ നിങ്ങൾക്ക് ഇത് ഗേജ് അളന്ന് കാണിക്കുമ്പോൾ കൃത്യമായിട്ട് കിട്ടാൻ വേണ്ടി അങ്ങനെ കാണിച്ചതേ ഉള്ളൂ കേട്ടോ. ഇത് നോക്കി ഇതുകൊണ്ട് ഇതിനകത്ത് ഇവിടെ എല്ലാം ഇങ്ങനെ ലൂസായിരിക്കും കണ്ടോ. 8, 9 ഇതെല്ലാം ഇങ്ങനെ ലൂസായിരിക്കും. ഓക്കെ, ഇതിങ്ങനെ ഇങ്ങനെ പോകുന്നു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇത് 16-ൻ്റെ ആണല്ലോ. അപ്പോൾ നമുക്ക് നോക്കാം 16-ലേക്ക് വരുമ്പം എങ്ങനെ വരുമെന്ന് നോക്കാം. ഇത് 17, 16 തൊട്ട് അടുത്ത വലിപ്പം 17 കഴിഞ്ഞും വലിപ്പം കൂടിയതാണ്. ഇത് 16. ഇത് കണ്ടോ, ഞാൻ കുറച്ചുകൂടി ചേർത്ത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കൃത്യം കാണാൻ പറ്റുന്നുണ്ട്. 16 കൃത്യം 00 ഇറങ്ങും ഇതിനകത്ത്. കണ്ടോ, ഇതാണ് 16. ഇത് 16-ൻ്റെ അകത്ത് കറക്റ്റ് ഇത് കൃത്യമായിട്ട് ഇറങ്ങും കേട്ടോ. അപ്പോൾ നമുക്ക് ഈ സംഭവം എടുത്ത് നമ്മൾ കണ്ടോ 17-നകത്തിട്ടാലും എന്നാ വെച്ചാലും ഇറങ്ങത്തില്ല. അതുപോലെ തന്നെ നമ്മളിത് 16-ന് താഴോട്ട് പോയി കഴിഞ്ഞാൽ ലൂസായിരിക്കും കേട്ടോ, ഈസി ആയിട്ട് ലൂസും ആയിരിക്കും. 15-ലും 14-ലും ഒക്കെ പോയി കഴിയുമ്പോഴത്തേക്കും. അപ്പോൾ നമുക്ക് ഇതാണ് 16-ൻ്റെ. ഇത് നിങ്ങൾ അളന്ന് കണ്ടല്ലോ. ഇനി ഞാൻ 16-നെ കഴിഞ്ഞ് ഒരല്പം കുറഞ്ഞ സംഭവമുണ്ട്. 16 അല്ല, അതിൽ തൊട്ട് താഴെ വരുന്നത്. അപ്പോൾ നമുക്ക് അതൊന്ന് കാണിച്ചു തരാം. ഇതുണ്ട്, ഇത് 16-ൽ നിന്ന് തൊട്ട് താഴെ. ഇത് ഒരു ശകലം ലൂസായിരിക്കും നമുക്ക് ഇതിനകത്ത് ഇങ്ങനെ 16 ഇട്ട് കഴിയുമ്പോൾ കേട്ടോ. ഇത് കണ്ടോ, ഇങ്ങനെ ചെറിയൊരു ലൂസ് വരും ഇതിനകത്ത്. അതാണ് 16-നെ കഴിഞ്ഞ് ചെറിയൊരു ടക്കട്ടൊക്കെ ഇതിനകത്ത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കയ്യാലത് അറിയാൻ പറ്റും. നമുക്ക് അല്ലാതെ കാണിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല കേട്ടോ. ഒരു ചെറിയ വച്ച കേട്ടോ, ഒരു ചെറിയ ലൂസ് പോലെ വരും. അപ്പോൾ അതാണ് 16-ൽ നിന്ന് ഒരല്പം കുറവുള്ള ഇത്തിരി മൈനസായിട്ട് നിൽക്കുന്ന ഒരു പീസാണ്. ഇത് 18-ൽ നിന്ന് ഒരല്പം കുറഞ്ഞ് നിൽക്കുന്നൊരു പീസാണ്. ഇത് കാണിച്ചു തരാം. 18 ഇതിനിപ്പം 16-ൽ ഇട്ട് കഴിയുമ്പോൾ ഇത് വളരെ 16 കാണിച്ചു തരാം. 16-ൽ ഇട്ട് കഴിയുമ്പോൾ ഇതുണ്ടോ വളരെ ഈസി ആയിട്ട് കണ്ടോ, ചുമ്മാ വളരെ ഈസി ആയിട്ട് കിടക്കും. 16 ഉണ്ടോ. 17-ലും കാണിച്ചു തരാം ഉണ്ടോ, 17-ൽ ഈസി ആയിട്ട് കയറും. 18 വരുമ്പോൾ ഇത് കുറച്ചും കൂടെ കൃത്യമായിട്ട് കയറുള്ളൂ കണ്ടോ, കൃത്യമായിരിക്കും 18 വരുമ്പോൾ. ഇതാ 18 കണ്ടോ. ഇനിയിപ്പോൾ നമ്മൾ 19 ഇടാൻ നോക്കൂ, 19 കണ്ടോ, ഇത് കയറില്ല. അപ്പം 18 എന്ന് പറഞ്ഞാൽ 19 കയറില്ല. പക്ഷേ ഈ സംഭവം നമ്മൾ ശരിക്കും തിരിക്കുന്നുണ്ട്, 19 പതുക്കെ കയറുന്നുണ്ട്. ഇതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഞാൻ പറഞ്ഞത് കനം കുറഞ്ഞത്. അതായത് മൈനസ് ഞാൻ എഴുതി വെച്ചേക്കുന്നുണ്ടോ, ഇത് ശരിക്കും 18 ഗേജ്. പക്ഷേ ഇത് 19 നമ്മൾ തള്ളി കയറ്റിയാൽ ഇത് പതുക്കെ കയറും. ഇത് ശരിക്കും ഇങ്ങനെ കയറാൻ പാടില്ലാത്തതാണ്. 18 ഗേജ് എന്ന് പറഞ്ഞു വരുമ്പോൾ ഇങ്ങനെ കയറാൻ ഒരിക്കലും പാടില്ലാത്തതാണ്. അപ്പം നമുക്ക് 16 എന്ന് പറയുമ്പോൾ ഈ 16 ഇത് പക്കയാണ്, ഇത് കൃത്യമാണ്.
വരുന്നത്. പക്ഷേ മറ്റേത് ഇങ്ങനെ കയറുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്കൊരു ഐഡിയ അതിനെപ്പറ്റി കിട്ടാൻ വേണ്ടി ഞാനത് കാണിച്ചു തന്നാണ്. പിന്നെ നിങ്ങളിതിങ്ങനെ അളക്കുമ്പോൾ ഉണ്ടല്ലോ, അതിനകത്ത് വേറൊരു സംഭവം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതിൻ്റെ ഈ നരന്ത് പോലെ നിൽക്കുന്ന ഈ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇത് കണ്ടോ, ഇങ്ങനെ നിൽക്കുന്ന ഈ സാധനങ്ങളെല്ലാം കൃത്യമായിട്ട് ഇത് കണ്ടോ, ഇതൊന്ന് എടുത്ത് കളഞ്ഞിട്ട് നമ്മളിതുപോലെ ഒരു ഫയലെടുത്ത് ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ കൃത്യമായിട്ട് നമ്മൾ കളയണം. ഇതിൻ്റെ ഇതെല്ലാം ഈ രണ്ട് സൈഡിൽ നിന്നും കളയണം. രണ്ട് സൈഡും കളഞ്ഞാൽ പക്ക കൃത്യമായിട്ടും ക്ലിയർ ആക്കിയതിന് ശേഷം മാത്രമേ നമ്മളിത് അളന്ന് നോക്കാനായിട്ട് പോകാറുള്ളൂ. അല്ല എന്നാ സംഭവം എന്ന് വെച്ചാൽ, ഇപ്പം ഈ കടകളിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ നിങ്ങളിതിനകത്ത് നമ്മളിപ്പം കൊട്ടേഷൻ കൊടുത്തു, എന്നിട്ട് നമ്മൾ ഈ അളവ് പോരായെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്നാ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ അവർ ചെയ്യുന്നത്, അവർ ഈ വെർനിയർ കാലിപ്പറുണ്ട് ഈ ഡിജിറ്റലിൻ്റെ, അതിങ്ങനെ എടുത്തിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഇട്ട് പിടിക്കും. ഇങ്ങനെ പിടിച്ച് കഴിയുമ്പം ഇതുപോലെ അവരെന്നാ ചെയ്യുന്നത്, ഈ നരന്ത് പോലെ ഇങ്ങനെ നിൽക്കുന്ന സാധനമുണ്ടല്ലോ ഈ ഫ്ലാഷ്, ഇത് കളയത്തില്ല അവർ. അപ്പം ഇതുണ്ട്, ഇതിപ്പോൾ ഇവിടെ കുറച്ച് കളയാത്ത, ഇവിടെ ഞാൻ കാണിച്ചു തരാം. ഇതിനകത്ത് ഇത് കളയാത്തടത്ത് നമ്മളിതുണ്ട് എവിടെയെങ്കിലും നമ്മളിടത്ത് ഇട്ട് നോക്കുവാണെങ്കിൽ ഇതുണ്ട്, ഇതിനകത്ത് ഇതൊന്നും കയറത്തില്ല. ഇതിങ്ങനെ പോന്നു കഴിഞ്ഞാൽ ഇതുണ്ട്, ഇത് വേണമെങ്കിൽ ഇത് 13 വേണമെങ്കിൽ പറയുന്നുണ്ട്. ഇത് കണ്ടോ 13 കയറുന്നത് കണ്ടോ, 13 ടൈറ്റായിട്ട് കയറും. പക്ഷേ ഇത് നമ്മൾ ഈ ഫ്ലാഷെല്ലാം എടുത്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നല്ല ക്ലിയർ ആക്കി കഴിഞ്ഞാൽ ഇത് 16 തന്നെ സംഭവം കയറത്തുള്ളൂ. അപ്പോൾ അങ്ങനെ അബദ്ധം പറ്റുന്നുണ്ട്. ഇവിടെയൊക്കെ ഭയങ്കര കട്ടിലിരിക്കും. ഇതിനകത്ത് ഇതുണ്ട്, ഇതിനകത്ത് ഒന്നും പോലും കയറില്ല. അതുണ്ടോ ഇങ്ങനെ വരുമ്പോൾ കണ്ടോ, ഇതിമേ ഇരിക്കുക. ഈ സാധനം നമ്മളിങ്ങനെ കളഞ്ഞാൽ പോകുന്ന കണ്ടോ, അന്നേരം ലൂസായി. പിന്നെ പുറകോട്ട് നമ്മൾ പോകുന്ന കഴിഞ്ഞാൽ ഇതുണ്ടോ, ഇവിടെ വരുമ്പോഴത്തേക്കും ഒരു 9 ആകുമ്പോഴത്തേക്കും ഉണ്ടോ, 9 കറക്റ്റായിട്ട് നമുക്ക് തോന്നിയത്. പക്ഷേ ഈ സംഭവം ശരിക്കും 9 അല്ല, ഇത് 16 സാധനം. ഒരുപാട് പുറകോട്ട് പോകണം. ഇതിൻ്റെ എല്ലായിടത്തും ഇതിങ്ങനെ ഫ്ലാഷ് നിൽക്കുന്നതുകൊണ്ടാണ് പ്രശ്നം വരുന്നത്. ഉണ്ടോ, ഇതിങ്ങനെ പോകുന്ന കഴിഞ്ഞാൽ ഉണ്ടോ 16 വന്നു കഴിയുമ്പോഴും കയറുന്നില്ല. 16 നമ്മൾ നോക്കാം. അപ്പോൾ 16 കഴിഞ്ഞും വലിപ്പം കൂടിയതാണ് നമ്മൾ ഓർക്കും. പക്ഷേ ഇത് ശരിക്കും ഇതെല്ലാം കളഞ്ഞുണ്ടോ, 16 കയറ്റി കാണിയാൽ ബലമായിട്ട് കണ്ടോ കയറുന്നുണ്ടോ, സാധനം 16 ആയത്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒരു സംഭവമുണ്ട്. പിന്നെ ഇതിൻ്റെ അളക്കുന്ന കാര്യമല്ല, നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഇതിനകത്ത് ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ അതിനകത്തുള്ള കാര്യം. ഈ ഫ്ലാഷ് എല്ലാം കളഞ്ഞ് കൃത്യമാക്കിയതിന് ശേഷം നമ്മൾ നടന്നു കഴിഞ്ഞാൽ ഇത് വളരെ കൃത്യമായിട്ട് നമുക്ക് ഈ ഒരു സാധനം കൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ അളവും കാര്യങ്ങളും കൃത്യമായിട്ട് കിട്ടും. ഇതിനകത്ത് ഒരു കാര്യമായിട്ടുള്ള യാതൊരു വ്യത്യാസവും സാറിന് ഇത് ഞാൻ നോക്കിയിട്ട് ഇതിനകത്ത് കാണാറില്ല. കൃത്യമായിട്ടും പക്ക 16 തന്നെയാണെങ്കിൽ 16 തന്നെയായിട്ട് തന്നെ ഇതിനകത്ത് നമുക്ക് സാറിന് ഇതിൽ കാണിക്കാറുണ്ട്. സ്കെയിൽ പോലെ വരുന്ന സാധനത്തിലും അതുപോലെ തന്നെ കാണിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഇതൊക്കെയാണ് ഇതിനകത്തുള്ള കാര്യങ്ങൾ. ഇങ്ങനെ നിങ്ങൾക്കിത് വളരെ കൃത്യമായിട്ട് തന്നെ നിങ്ങൾക്കിത് ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് ഏത് ഗേജിലുള്ള സാധനമാണ് നിങ്ങൾ യൂസ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾക്കത് മനസ്സിലാക്കിയിരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഇത്രയും പൈസ മുടക്കി ഒരു സംഭവം ചെയ്യുമ്പോൾ അത് കൃത്യമായിട്ട് അതിൻ്റെ ഗേജ് ഉണ്ടെന്ന് കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമല്ലേ. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ഇങ്ങനൊരു സംഭവം വാങ്ങിച്ചിട്ട് ഇത് ചെക്ക് ചെയ്ത് നോക്കണം എന്നുള്ള, കാരണം ഇതിന് വലിയ പൈസ മുടക്കൊന്നും വരുന്നില്ല. നമുക്ക് വേറെ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആ കൂട്ടത്തിൽ നമ്മൾ ഇതും കൂടെ ചെയ്തു പോവുകയാണെങ്കിൽ നമ്മളെ ആരും പറ്റിക്കത്തില്ല. നമ്മുടെ ഈ ഡ്രസ്സ് വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം നമുക്ക് 100% ഒന്നും പേടിയില്ലാതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ആൾക്കാരെ ഇത് ഏൽപ്പിക്കാം. കാരണം അവരോട് നമ്മൾ പറയും, ഇവൻ എൻ്റെ കയ്യിലുണ്ട്, നമ്മളിത് വെച്ച് ഈ സാധനം ചെക്ക് ചെയ്ത് നോക്കും. അപ്പോൾ നോക്കുമ്പോൾ എന്നെ പ്രശ്നമുണ്ടെങ്കിൽ പൈസ തരില്ലോട്ടെന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാവും ഇത് ഇവൻ്റെ ഈ സാധനം ഉണ്ടല്ലോ, അപ്പോൾ ആരും ചെക്ക് ചെയ്യുമ്പോൾ പണി കിട്ടുന്നുള്ളൂ. ഇത് ചെയ്യുന്നവർക്കെല്ലാം, അതായത് ഈ ഇങ്ങനത്തെയുള്ള സ്റ്റീൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും ഇങ്ങനെ ഒരു സാധനത്തിനെ പറ്റി അറിയാം. അവർ പറയത്തില്ലെന്ന് മാത്രമേ, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സാധനം മേടിക്കാൻ കിട്ടുമെന്നോ ഇത് വെച്ച് ചെക്ക് ചെയ്യാൻ പറ്റുമെന്നോ ഒന്നും അവർ നിങ്ങളോട് പറഞ്ഞു തരത്തില്ലെന്ന് മാത്രമേ ഉള്ളൂ. അവർക്കെല്ലാം അറിയാം. പക്ഷേ ഈ സാധനം നമ്മുടെ കയ്യിൽ ഉണ്ടെന്നുള്ളത് കണ്ടാൽ അപ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും ഈ സംഭവം പണി കിട്ടി. അപ്പം നമ്മൾ 16 എന്ന് പറഞ്ഞാൽ 16 തന്നെ ഇട്ട് പണിയണം എന്നുള്ളത്, അല്ലെങ്കിൽ 14 ഇട്ട പണിയാന്ന് പറഞ്ഞാൽ 14 ഇട്ട് തന്നെ പണിയണം എന്നുള്ളത് അവർ മനസ്സിൽ ഉറപ്പിക്കുക, അവർ കൃത്യമായിട്ട് ചെയ്തു തന്നു. അപ്പോൾ ഞാൻ നിങ്ങളോട് മറ്റൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഇതിൻ്റെ ഒരു കാര്യമില്ല നിങ്ങൾക്ക് പറഞ്ഞു തന്നു. അപ്പോൾ നിങ്ങൾ വീട്ടിലൊരു വർക്ക് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾ ആദ്യമേ തന്നെ കുറച്ച് ലക്ഷങ്ങളുടെയൊക്കെ വർക്കൊക്കെ ആയിരിക്കും ചിലപ്പം. അപ്പോൾ ആദ്യമേ തന്നെ അവരോട് പറയാം, ഇങ്ങനെ ഒരു സംഭവം വെച്ച് ഞാൻ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കും. 16 എന്ന് പറഞ്ഞാൽ 16 ആയിരിക്കണം കേട്ടോ, 18 വരരുത് എന്ന് ആദ്യമേ മുൻകൂട്ടി പറയണം. ഇതിൽ എന്നെ സംഭവിക്കുന്നത് വെച്ചാൽ ഇത്തരം ലക്ഷങ്ങളുടെ ഒക്കെ സംഭവമല്ലേ, ഇവരിതെല്ലാം ഈ നമ്മളെ പറ്റിക്കാമെന്നും കരുതി ഇവർ 16 ഗേജാണെന്ന് പറഞ്ഞിട്ട് 18 ഗേജ് ഇട്ട് ഇതെല്ലാം നമ്മുടെ വീടിൻ്റെ അളവിന് എല്ലാം ഉണ്ടാക്കിയിട്ട് അത് കൊണ്ടുവന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അതിവിടെ എല്ലാം ഫിറ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന് കഴിയുമ്പം ഈ അളവിൽ വ്യത്യാസമുണ്ടെന്ന് നമ്മൾ കണ്ടെത്തി കഴിയുമ്പോൾ നമ്മളിത് എടുക്കാതെ വരും. അങ്ങനെ വന്നു കഴിയുമ്പോൾ വലിയൊരു ബുദ്ധിമുട്ട് അവർക്കും ആകും നമുക്കും ആകും, മൊത്തം പ്രശ്നമാകും. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നങ്ങളിലേക്കൊന്നും നമ്മൾ പോകാതെ ആദ്യമേ തന്നെ അവരോട് നമ്മളിതെല്ലാം ഗേജ് അളക്കും എന്നുള്ള കാര്യം ഫസ്റ്റിൽ തന്നെ പറയുവാണെങ്കിൽ ആ പ്രശ്നം വരത്തില്ല. അവരെ പറ്റിക്കരുത്. കാരണം അവന് ചിലരുണ്ട്, അവന് സാധനം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ വരട്ടെ, നമ്മുടെ ഈ സാധനം ഉണ്ടല്ലോ, നമ്മൾ ചെക്ക് ചെയ്യുമ്പം അവനിട്ടൊരു പണി കൊടുക്കാം. അങ്ങനെ നമ്മൾ ഒരിക്കലും വിചാരിക്കരുത്. അത് മൊത്തത്തിൽ ഒരു പ്രശ്നമാവും. ആ പാടെ അത് ബുദ്ധിമുട്ടാവും, അവർക്കും ബുദ്ധിമുട്ടാവും, നിങ്ങൾക്കും ബുദ്ധിമുട്ടാവും. മൊത്തത്തിൽ അത് നിങ്ങൾക്കറിയാമല്ലോ, ഇത്രയും ലക്ഷങ്ങളുടെ സാധനമൊക്കെ ഉണ്ടാക്കിയിട്ട് വേറെ ഒരു വീടിന് വേണ്ടി ഉണ്ടാക്കിയിട്ട് വേറൊരു വീട്ടിൽ ചേരിയല്ല സാധനം കറക്റ്റായിട്ട്. പിന്നെ അത്
അവരോട് ആദ്യം തന്നെ പറയുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഒരിക്കലും ചെയ്യരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ നമ്മുടെ ഈ വീഡിയോ കാണുമ്പോൾ ഇതുപോലെ ഉടായ്പ് സംഭവങ്ങൾ കാണിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നല്ല രീതിയിൽ ചെയ്യുന്ന ആളുകളാണ് ഒരു 90%. ഈ ഒരു 10%, 15% ആൾക്കാരേ ഉള്ളൂ ഈ ഉടായ്പൊക്കെ ചെയ്യുന്നവർ. അപ്പോൾ നന്നായിട്ട് ചെയ്യുന്ന ഈ 90% ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതൊരു സന്തോഷമായിരിക്കും. കാരണം അവർ അത്രയും കഷ്ടപ്പെട്ട് ഒറിജിനൽ സാധനമായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ അവർ ഗേജ് നോക്കട്ടെ ജനങ്ങൾ. അപ്പം ഇങ്ങനെ ഒരു ഗേജ് നോക്കുവാണെങ്കിൽ അവരുടെ സാധനം പെർഫെക്റ്റ് ആയിട്ട് ഉള്ളതാണെന്നുള്ളത് അവർ ഉറപ്പ് വരുത്തുവാണല്ലോ. മാത്രമല്ല ഈ തട്ടിപ്പ് കാണിക്കുന്ന ആൾക്കാർ ഓട്ടോമാറ്റിക്കലി പുറകോട്ട് പോകുള്ളൂ. ഇതെല്ലാ ആളുകളും ഇങ്ങനെ നോക്കാൻ തുടങ്ങിയാൽ പിന്നെ നമ്മളിവിടെ തട്ടിപ്പേ ഉണ്ടാവില്ല. അത് വേറെ കാര്യമായിട്ടുള്ളതെന്ന് വെച്ചാൽ ഈ സാധനം നിങ്ങൾ വെച്ച് അളന്നു കഴിഞ്ഞാലും അവർ ചിലപ്പോൾ പറയും കടക്കാർ ഇത് തെറ്റാണ്, അവരുടെ അടുത്ത് ഡിജിറ്റൽ വെർനിയർ കാലിപ്പറുണ്ട്, അത് വെച്ച് അളന്ന് കാണിച്ചു തരാമെന്ന് പറയും. ഉണ്ടായ സംഭവം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ ഡിജിറ്റൽ വെർനിയർ കാലിപ്പർ എന്ന് പറയുന്ന സാധനം വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് കയ്യിൽ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. എന്ന് പറഞ്ഞാൽ നമ്മളത് ആ ഇതിലേക്ക് വെച്ചിട്ട് അളക്കുമ്പോൾ നമ്മൾ ആ കയ്യെ കൊടുക്കുന്ന പ്രസ്സിങ്ങിൻ്റെ ശക്തിയും സ്പീഡും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഇത് വേണമെങ്കിൽ നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. നമ്മൾ കൃത്യമായ മെഷർമെൻറ്റ് കിട്ടണമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കൃത്യമായ മെഷർമെൻറ്റ് കിട്ടും. അതല്ല നമുക്കൊരല്പം കുറയ്ക്കണം അല്ലെങ്കിൽ കൂട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കയ്യിൽ ഇത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഈ വെർനിയർ കാലിപ്പറിൻ്റെ അതൊരു സാധനം നീക്കിക്കൊണ്ട് പോവാം. അത് നമുക്കത് ചെയ്യാനായിട്ട് പറ്റും. അതായത് ഇത് ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ പഴയ കാലത്തൊക്കെ ഈ മീനൊക്കെ വിൽക്കാൻ വേണ്ടി വരുന്ന ആൾക്കാരുണ്ടായിരുന്നു. അവർ സൈക്കിളെ കൊണ്ടുവന്നിട്ട് നമ്മുടെ വീടുകളിലൊക്കെ കൊണ്ട് തരുമ്പോൾ ഈ ത്രാസയിൽ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട് കൈ പിടിച്ചിട്ട്. ഇപ്പോൾ ഒന്നും ആരും അങ്ങനെ ചെയ്യുന്നില്ല. കാരണം വെച്ചാൽ ഒരു 3/4 കിലോയൊക്കെ ചിലപ്പോൾ സാധനം അല്ലെങ്കിൽ ഒരു 800 ഗ്രാം 850 900 ഗ്രാമേ കാണത്തുള്ളൂ. ഇത്തിരി കുറവ് വരത്തക്ക രീതിയിൽ അവർ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് തരും. അങ്ങനെ ഒരു പരിപാടി പണ്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആരും അങ്ങനെ ചെയ്യുന്നതായിട്ട് ഞാൻ കാണാറില്ല. കാരണം മീൻ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വിൽക്കുമ്പോൾ ഇപ്പോൾ ആൾക്കാരെന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഇപ്പോൾ അവർക്ക് മുതലാകുന്ന വിലയ്ക്ക് അവർ വിൽക്കത്തുള്ളൂ. അവരതിൻ്റെ 1 കിലോയിൽ ഒരു 10 രൂപ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടതായിരുന്നു. നമുക്ക് 1 കിലോ മേടിച്ച് കഴിഞ്ഞാൽ 1 കിലോയ്ക്ക് ശാലോടെ മുൻതൂക്കം ഇട്ട് തന്നു കഴിഞ്ഞാൽ അവർക്കൊരു പ്രശ്നം വരത്തില്ല. കാരണം വിലയിൽ അവർ അഡ്ജസ്റ്റ് ചെയ്ത് അത് കൂട്ടിയിട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഇപ്പോൾ എല്ലാവരും അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷേ പണ്ട് കാലത്തെ കാര്യം ഞാൻ പറഞ്ഞു അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ വെറുതെ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴും ഇതുപോലെ ഈ മെറ്റൽ ഇതിനകത്ത് അളക്കുന്നതിനകത്ത് ഇങ്ങനെയുള്ള ചില തട്ടിപ്പുകൾ നമ്മൾ കണ്ടിട്ടൊക്കെ ഉണ്ട്. അതുകൊണ്ടും കൂടിയാണ് ഞാൻ പറയുന്നത് നിങ്ങൾ വെർനിയർ കാലിപ്പറിൽ അവർക്ക് ഡിജിറ്റലിലൊക്കെ അളന്ന് കാണിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ ഈ പറഞ്ഞതുപോലെ 17 ഒരു കാരണവശാലും 16 ആണെങ്കിൽ അത് കീറില്ല. 16 ആണെങ്കിൽ 16 കീറും. 16-നപ്പുറത്തേക്ക് 17 ഒരു കാരണവശാലും അതിനകത്ത് കയറാൻ പാടില്ല. ചെറിയൊരു മാറ്റമൊക്കെ 16-നകത്ത് തന്നെ ഞാൻ പറഞ്ഞില്ല ലൂസ് വരുന്നതൊക്കെ അതൊക്കെ വന്നാലും നിങ്ങൾ ക്ഷമിക്കുക. അത്രയേ ഉള്ളൂ. അതിനകത്ത് വേണമെങ്കിൽ ചെയ്യാം, നമുക്ക് പോട്ടേന്ന് വയ്ക്കാം. അത്രയാണ് അതിനകത്ത് എനിക്ക് പറയാനായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. ഉപകാരപ്രദമായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളോടൊപ്പം നിൽക്കുക. ഇതേപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായ മറ്റൊരു അടിപൊളി വീഡിയോ നമുക്ക് വീണ്ടും കാണാം.